ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോമിക്സ് ട്യൂട്ടോറിയൽ. ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിൻ്റെ 12ാമത്തെ പാർട്ട് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ എന്ന ടോപ്പിക്കിൽ 3 സെക്ഷനാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സെക്ഷൻ 112A ആൻഡ് സെക്ഷൻ 111A ആൻഡ് ലാസ്റ്റ് സെക്ഷൻ 112. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷൻ ആയിട്ടുള്ള സെക്ഷൻ 112A എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ടാക്സേഷൻ ഓൺ സർട്ടൈൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A. സെക്ഷൻ 112A അപ്ലിക്കബിൾ ആകുന്നത് സർട്ടൈൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ മേലാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ സർട്ടൈൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ 112A അപ്ലിക്കബിൾ ആകണമെന്നുണ്ടെങ്കിൽ ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് പറയുന്നത്? ക്യാപിറ്റൽ ഗെയിൻ അറൈസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ അസെറ്റ് ബീയിങ് ഇക്വിറ്റി ഷെയർ ഇൻ എ കമ്പനി, യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് ആൻഡ് യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ 3 ക്യാപിറ്റൽ അസെറ്റ്, ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്, അതേപോലെ ഇക്വിറ്റി ഷെയർ ഇൻ എ കമ്പനി ആൻഡ് യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്, ഈ 3 ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇഫ് ദ ലോങ് ടൈം ക്യാപിറ്റൽ asset transferred was equity share of a company, then security transaction is paid on acquisition and transfer of such asset. ഇനി അസസ്സി ഇക്വിറ്റി ഷെയർ ഓഫ് എ കമ്പനിയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ആണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അറൈസ് ചെയ്യുന്നതെങ്കിൽ ആ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് നമ്മൾ സെക്ഷൻ 112A അപ്ലിക്കബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ ഇക്വിറ്റി ഷെയറിൻ്റെ, ആ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ അക്വസിഷൻ ചെയ്യുമ്പോഴും അതേപോലെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും STT സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ് ചെയ്തിരിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ അക്വസിഷൻ്റെ സമയത്തും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിട്ടുള്ള ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിനാണ് സെക്ഷൻ 112A അപ്ലിക്കബിൾ ആകുന്നത്. ക്ലിയർ? ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഇതിനാണ് ഇക്വിറ്റി ഷെയർ ഓഫ് എ കമ്പനി. അപ്പോൾ ബാക്കി രണ്ടെണ്ണത്തിൻ്റെ കേസിൽ എന്താ പറയുന്നത്? യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടും യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റിൻ്റെ കേസിലും ആ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ട്രാൻസ്ഫറിൻ്റെ സമയത്ത് മാത്രം പേ ചെയ്താൽ മതി. അപ്പോൾ ഇക്വിറ്റി ഷെയർ ആണെന്നുണ്ടെങ്കിൽ അത് അക്വസിഷൻ്റെ സമയത്തും ട്രാൻസ്ഫറിൻ്റെ സമയത്തും STT പേ ചെയ്തിരിക്കണം. മറ്റുള്ള രണ്ടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫറിൻ്റെ സമയത്ത് മാത്രം സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിട്ടുള്ള ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയറിനെ കമ്പനിയും യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടും യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റിനുമാണ് ഈ സെക്ഷൻ 112A അപ്ലിക്കബിൾ ആകുന്നത്. ക്ലിയർ? ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് പറയുന്നത് condition having to pay STT to avail 10% rate under section 112A shall not be applicable if. പിന്നെ താഴെ പറയുന്ന 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഷെയർ ആണെന്നുണ്ടെങ്കിൽ, സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഈ കണ്ടീഷൻ പ്രകാരം അടക്കാത്തതാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്ഷൻ 112A അപ്ലിക്കബിൾ ആണ്. അപ്പോൾ എന്താണ് ആ കണ്ടീഷൻ നോക്കാം. ഷെയർ ട്രാൻസ്ഫർ ചെയ്തത് IFSC എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്ററിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ അതിൻ്റെ കൂടെ തന്നെ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് കൺസിഡറേഷൻ ഫോർ സച്ച് ട്രാൻസ്ഫർ ഈസ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഇൻ ഫോറിൻ കറൻസി. ആ ട്രാൻസ്ഫറിൻ്റെ കൺസിഡറേഷൻ റിസീവ് ചെയ്തത് അല്ലെങ്കിൽ റിസീവ് ചെയ്യാനുള്ളത് ഫോറിൻ കറൻസിയിലായിരിക്കണം. അപ്പോൾ ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അടച്ചിട്ടില്ല എങ്കിൽ പോലും അവർക്ക് സെക്ഷൻ 112A എന്താണ് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ക്ലിയർ? ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ദ ക്യാപിറ്റൽ അസറ്റ് ബീയിങ് ഇക്വിറ്റി ഷെയർ ഇൻ എ കമ്പനി ക്യാപിറ്റൽ ഗെയിൻ മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ഒഫീഷ്യൽ ഗസറ്റ് സ്പെസിഫൈ ദി അക്വസിഷൻ വേർ ഇൻ ദി റിക്വയർമെൻറ്റ് ഓഫ് ഹാവിംഗ് ടു പേ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഷാൾ നോട്ട് അപ്ലൈ ടു അവൈൽ സെക്ഷൻ 112A ബെനിഫിറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇക്വിറ്റി ഷെയറിന് അക്വസിഷൻ്റെ ടൈമിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ അടയ്ക്കേണ്ടതില്ല, അല്ലെങ്കിൽ അടയ്ക്കേണ്ടാത്ത അസറ്റാണ് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ സെക്ഷൻ 112A അപ്ലിക്കബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഗസറ്റിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നു. നോട്ടിഫിക്കേഷനിൽ പറയണ ഈ ഡേറ്റിന് ഇന്ന ഡേറ്റിന് മുന്നേ ഷെയർ അക്വയർ ചെയ്തവർക്ക് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ അടയ്ക്കേണ്ട എന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അക്വസിഷൻ്റെ സമയത്ത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ അടച്ചില്ലെങ്കിൽ പോലും സെക്ഷൻ 112A അവെയിൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 112A അപ്ലിക്കബിൾ ആകും. ക്ലിയർ? ഇനി ഇതിൻ്റെ ടാക്സ് റേറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇഫ് ദ ട്രാൻസ്ഫർ അട്രാക്ട് സെക്ഷൻ 112A then such capital gain up to 1 lakh shall not be taxed and the capital gain exceed 1 lakh are taxed at 10% റേറ്റ്. ഇപ്പോൾ സെക്ഷൻ 112A അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ക്യാപിറ്റൽ ഗെയിൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 1 lakh വരെ ടാക്സ് കൊടുക്കേണ്ട. 1 lakhന് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ മുകളിലേക്ക് പോയിട്ടുള്ള എത്ര പോർഷനാണോ, 1 lakhൻ്റെ മുകളിലേക്ക് എത്രയാണോ പോർഷൻ പോയിട്ടുള്ളത് അതിന് 10% ടാക്സ് കൊടുക്കണം. ഓക്കെ, സോ സെക്ഷൻ 112A പ്രകാരം എത്രയാണ് ടാക്സ് കൊടുക്കേണ്ടത്? 10%. അവിടെ ശ്രദ്ധിക്കുക, ഇൻഡെക്സേഷന് ബെനിഫിറ്റ് എന്തില്ല, ഈ സെക്ഷൻ 112A പ്രകാരം അതിന് കിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ഇഫ് എനി എക്സംഷൻ ലിമിറ്റ് ഓഫ് ആൻ അസസി ഹു ഈസ് റെസിഡൻറ്റ് ആൻഡ് ആൻ ഇൻഡിവിജ്വൽ ഓർ HUF റിമൈൻ അൺഎക്സോസ്റ്റഡ് ദ ക്യാപിറ്റൽ ഗെയിൻ taxable under section 112A shall be reduced by the unexhausted amount. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അത് ഒരു റെസിഡൻറ്റിനാണ്, റെസിഡൻറ്റിൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ റെസിഡൻറ്റ് HUF ആയിരിക്കണം. അപ്പോൾ ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഓർ റെസിഡൻറ്റ് HUFൻ്റെ ഇൻകം എക്സംഷൻ ലിമിറ്റ് ആയിട്ടില്ല എങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോർമൽ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 2,50,000, സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 3 lakh, അല്ലേ, സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 5 lakh. അതാണ് അവിടെ മാക്സിമം എക്സംഷൻ ലിമിറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മാക്സിമം എക്സംഷൻ ലിമിറ്റ് ആയിട്ടില്ല, അഥവാ 2,50,000 ആയിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 112Aയിലുള്ള അസറ്റ് കൊണ്ട് അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ സെക്ഷൻ 112Aയിലുള്ള ഇൻകം, 112Aയിലുള്ള ഇൻകം എന്ന് പറഞ്ഞത് ഒരു 1,25,000 ആണ്. അതർ ഇൻകം ഉണ്ട്, അതർ ഇൻകം എന്ന് പറഞ്ഞത് ഒരു 2 lakh ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്രയാണ്? 3,25,000 ആണ്. സോ മാക്സിമം ഒരു 60 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൾ, നോർമൽ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 2,50,000 വരെയാണ് എക്സെപ്ഷൻ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ 2,50,000 മുകളിലേക്ക് പോകണമെങ്കിൽ ടാക്സ് കൊടുക്കും. പക്ഷേ ഇവിടെ ഈ 1,25,000 സെക്ഷൻ 112Aയിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മാക്സിമം എക്സെപ്ഷൻ ലിമിറ്റ് കിട്ടുന്നത് വരെ ഇതിൽ റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ മാക്സിമം എക്സെപ്ഷൻ ലിമിറ്റ് എത്രയാണ്? 2,50,000. സോ 2,50,000 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടുക? 75,000 ആണ്. അതാണ് സെക്ഷൻ 112Aൻ്റെ പ്രകാരം അതിനെന്ത് ചെയ്യണം? 10% ടാക്സ് കൊടുക്കണം. ക്ലിയർ? അപ്പോൾ ഈ സെക്ഷൻ 112A പ്രകാരം 75,000 അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സെക്ഷൻ 112Aയിൽ എത്ര ഇൻകം ഉണ്ടായത്? 1,25,000 ആണ്. പക്ഷേ എന്ത് കിട്ടി? ഒരു റെഡ്യൂസ് ചെയ്യാൻ പറ്റി. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ ചാപ്റ്റർ 6A or rebate under section 87A shall not be allowed from the capital gain taxable under section 112A. അപ്പോൾ ഈ എന്താ പറയുക, സെക്ഷൻ 112Aയിലുള്ള ഇൻകം അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഡക്ഷനും ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ റിബേറ്റും കിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇവിടെ 75,000 ആണല്ലോ, 75,000 ആണ് പിന്നെയുള്ള ഇൻകം, അതിന് 10% കൊടുക്കണം. പിന്നെ അതിൽ നിന്ന് എന്ത് കിട്ടില്ല? റിബേറ്റും അതേപോലെ ഡിഡക്ഷനൊന്നും കിട്ടില്ല. വേറെയുള്ള ഇൻകം കൊണ്ട് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സെക്ഷൻ 112Aയിലുള്ള ഇൻകം അതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഡക്ഷൻസും അതേപോലെ റിബേറ്റും കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു സെക്ഷൻ 112A. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 111A. ഓക്കെ, ബട്ട് സെക്ഷൻ 111A പറയുന്നത് ടാക്സ് ഓൺ സം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിലാണ് ഈ സെക്ഷൻ 111A പറയുന്നത്.
ഓക്കെ, അപ്പോൾ സെക്ഷൻ 111 പറയുന്നത് 2 കണ്ടീഷൻസ് ഉണ്ട്. ആ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, സെക്ഷൻ 111 അപ്ലിക്കബിൾ ആണ്. അപ്പോൾ എന്താണ് കണ്ടീഷൻ നോക്കുക. കണ്ടീഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടുള്ള ഈ 3 അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ, അതേപോലെ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്, യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്. അപ്പോൾ ഇതിൽ ഈ 3 സെക്യൂരിറ്റീസ് പോലുള്ള ഈ ക്യാപിറ്റൽ അസറ്റ് അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് അറേസ് ചെയ്യുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനാണ് സെക്ഷൻ 111 അപ്ലിക്കബിൾ ആകുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ഈസ് പെയ്ഡ് ഓൺ ട്രാൻസ്ഫർ ഓഫ് സച്ച് അസറ്റ്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, പേ ചെയ്തിരിക്കണം. അപ്പോൾ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിട്ടുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിട്ടുള്ള ഈ 3 അസറ്റ്, ഓക്കെ, അതിൻ്റെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്ഷൻ 111 ആണ് അപ്ലിക്കബിൾ ആകുന്നത്. ഇനി എത്രയാണ് ഇതിൻ്റെ ടാക്സ് റേറ്റ് എന്നുള്ളത് നോക്കാം. ടാക്സ് റേറ്റ് എന്നുള്ളത് 15% ആണ്. ഓക്കെ, അപ്പോൾ ഒരു അസറ്റ്, ക്യാപിറ്റൽ അസറ്റ് സെക്ഷൻ 111 അപ്ലിക്കബിൾ ആകുന്നെങ്കിൽ അതിന് 15% ടാക്സ് റേറ്റ് കൊടുക്കണം. ഓക്കെ, ഇനി പറയുന്നത് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ അടച്ചിട്ടില്ല എങ്കിൽ 2 അസറ്റിന് എന്തുണ്ടാവും, ഈ ഡിഡക്ഷൻസ് സെക്ഷൻ 111 അപ്ലിക്കബിൾ ആകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ഇതിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ അടക്കണ്ട. ഏതൊക്കെ, ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ഓൺ ഓർ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലൊക്കേറ്റഡ് ഇൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്തത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്ററിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കൺസിഡറേഷൻ കിട്ടുന്നത് ഏതിലാണ്, ഫോറിൻ കറൻസിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സെക്യൂരിറ്റീസിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അടച്ചിട്ടില്ല എങ്കിൽ പോലും ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ 111 അപ്ലിക്കബിൾ ആകും. ക്ലിയർ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു അതിൻ്റെ ടാക്സ് റേറ്റ് എത്രയാണ്, 15% ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇഫ് എനി എക്സംഷൻ ലിമിറ്റ് ഓഫ് ആൻ അസസി ഹൂ ഈസ് റെസിഡൻറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ ഓർ HUF, അപ്പോൾ റെസിഡൻറ്റ് ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ റെസിഡൻറ്റ് HUFൻ്റെ ഇൻകം എക്സംഷൻ ലിമിറ്റിൻ്റെ മുകളിലേക്ക് പോയിട്ടില്ല എങ്കിൽ, എന്ന് വെച്ചാൽ അത് ഫുള്ളും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ക്യാപിറ്റൽ ഗെയിന് സെക്ഷൻ 111 പ്രകാരമുള്ള ക്യാപിറ്റൽ ഗെയിനിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഓക്കെ, പിന്നെ പറയുന്ന പോയിന്റ് പറയുന്നത് ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A ഷാൽ നോട്ട് ബി അലൗഡ് ഫ്രം ദി ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111. ഇവിടെ നമ്മൾ റിബേറ്റ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. ഡിഡക്ഷൻസ് 6Aയിലുള്ള ഡിഡക്ഷൻസ് ഈ 111 നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ദ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇസ് നോട്ട് കവേർഡ് അണ്ടർ 111 ആർ ടാക്സ്ഡ് അറ്റ് ദി ജനറൽ റേറ്റ് അപ്ലിക്കബിൾ ടു ദി അസസി. ഇനി ഈ 111 പെടാത്ത ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് അത് നോർമൽ എങ്ങനെയാണോ സാധാരണ അസസിയുടെ ടാക്സ് മറ്റുള്ള ടാക്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സ്ലാബ് ഇൻഡിവിജ്വലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ലാബ് റേറ്റ് വെച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ. അപ്പോൾ 111 പെട്ടതാണെന്നുണ്ടെങ്കിൽ 15%, അല്ലെങ്കിൽ അതിന് നോർമൽ സ്ലാബ് റേറ്റിൽ വെച്ചിട്ടോ, അല്ലെങ്കിൽ കമ്പനിയൊക്കെ ആണെങ്കിൽ അതിന് അവർക്ക് എത്രയാണോ ടാക്സ് റേറ്റ് 30% ആണെങ്കിൽ 30, 40% ആണെങ്കിൽ 40, അങ്ങനെ അതിനെന്ത് ചെയ്യും, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 112 ടാക്സേഷൻ ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതർ ദാൻ ദോസ് അണ്ടർ സെക്ഷൻ 112 പെടാത്ത മറ്റുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന് ടാക്സേഷൻ എങ്ങനെയാണ് അപ്ലിക്കബിൾ ആവുക, എത്രയാണ് ടാക്സ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് സെക്ഷൻ 112 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 112 പറഞ്ഞിട്ടുള്ളത് ഏതാണ്, അങ്ങനെ ഇന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. സെക്ഷൻ 112 പെടാത്ത എല്ലാ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും സെക്ഷൻ 112 പ്രകാരം അപ്ലിക്കബിൾ ആകും. ഓക്കെ, ഇത് അപ്ലിക്കബിൾ ആകുന്നത് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. 2 കേസായിട്ടാണ് പറയുന്നത്. ദ ഫോളോയിങ് അസസി, അപ്പോൾ ഈ പറയുന്ന കുറച്ച് അസസി, ഏത് അസസി, ഇൻഡിവിജ്വൽ, HUF, ഫേം, AOP, BOI, ലോക്കൽ അതോറിറ്റി ആൻഡ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഇവരൊക്കെ റെസിഡൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, HUF, ഫേം, AOP, BOI, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. പിന്നെ കമ്പനിയുടെ കേസിലാണെങ്കിൽ അത്
റെസിഡൻ്റ് ആയാലും നോൺ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, ഇനി ഇവർ ട്രാൻസ്ഫർ ചെയ്തത് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണ് അതർ ദാൻ യൂണിറ്റ്സ്. അപ്പോൾ യൂണിറ്റ്സ് ഒഴികെയുള്ള ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോണ്ടാണ് ട്രാൻസ്ഫർ ചെയ്തത് എങ്കിൽ അവിടെ ലോവർ ഓഫ് നോക്കണം. ആദ്യം നമ്മൾ 10% വിത്തൗട്ട് ഇൻഡെക്സേഷനും വിത്ത് ഇൻഡെക്സേഷനും നോക്കണം. ഇപ്പോൾ 10% വിത്തൗട്ട് ഇൻഡെക്സേഷൻ പ്രകാരം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻഡെക്സേഷനിലൂടെ 20%ഉം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ ഏതാണോ ലോവർ അതാണ് ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ HUF, ഫേം, AOP, BOI, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആൻഡ് റെസിഡൻ്റ് ആയാലും നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് കമ്പനി. ഓക്കെ, ഇവർ യൂണിറ്റ്സ് ഒഴികെയുള്ള ലിസ്റ്റഡ് സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോണ്ടോ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? വിത്തൗട്ട് ഇൻഡെക്സേഷൻ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്ന 10%ഉം വിത്ത് ഇൻഡെക്സേഷൻ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്ന 20%ഉം എന്ത് ചെയ്യും? ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇതിൽ ലോവർ ഏതാണോ അതാണ് അവർക്ക് ടാക്സ് കൊടുക്കേണ്ടി വരിക. ഓക്കെ, ഇനി ഇഫ് അസസ് ഈസ് റെസിഡൻറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ HUF, റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ HUF ആണെങ്കിൽ അൺയൂട്ടിലൈസ്ഡ് എക്സംഷൻ ലിമിറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫ്രം ദീസ് LTCGs. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസിഡൻറ്റ് ഇൻഡിവിജ്വലും റെസിഡൻറ്റ് HUFനും ആണെന്നുണ്ടെങ്കിൽ ഈ മാക്സിമം എക്സംഷൻ ലിമിറ്റ് 2,50,000 അല്ലെങ്കിൽ 3 lakh 5 lakh ഏതാവട്ടെ ആ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ന് വെച്ചാൽ 2,50,000 വരെ ആയിട്ടില്ല എങ്കിൽ ഈ ഫണ്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തല്ലോ, എന്താ പറയുക, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,25,000, പിന്നെ അതർ ഇൻകം 2 lakh ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാക്സിമം എക്സംഷൻ ലിമിറ്റ് വരെ എത്തുന്നത് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി എനി അതർ ക്യാപിറ്റൽ അസെറ്റ്, വേറെ ഏതെങ്കിലും ക്യാപിറ്റൽ അസെറ്റാണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 20% ആണ്. അവിടെ നമുക്കൊരു ഓപ്ഷനൊന്നുമില്ല. 20% എന്ത് ചെയ്യും? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്ത് അതിന് 20% ടാക്സ് കൊടുക്കണം. ഓക്കെ, അവിടെയും നമുക്ക് ഈ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള എക്സംഷൻ ലിമിറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇനി നെക്സ്റ്റ് പറയുന്നത് ഫോളോയിങ് അസസി ഇഫ് നോൺ റെസിഡൻറ്റ്. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? റെസിഡൻറ്റ് കേസിലാണ്. ഇനി പറഞ്ഞത് നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ HUF, ഫേം, AOP, BOI, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഫോറിൻ കമ്പനി, വെദർ റെസിഡൻ്റ് ആയാലും നോൺ റെസിഡൻ്റ് ആയാലും. ഓക്കെ, അപ്പോൾ അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ക്ലോസ്ലി ഹെൽഡ് കമ്പനിയുടെ ഷെയർസ് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ 10% ടാക്സ് കൊടുക്കണം. ഓക്കെ, ഇനി ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, യൂണിറ്റ്സ് ഒഴികെയുള്ള ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആൻഡ് സീറോ കൂപ്പൺ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ലോവർ ഓഫ് അവിടെ 10% വിത്തൗട്ട് ഇൻഡെക്സേഷനിൽ കാൽക്കുലേറ്റ് ചെയ്ത് 10%ഉം വിത്ത് ഇൻഡെക്സേഷൻ പ്രകാരം 20% കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ ലോവർ കൊടുക്കുക. ഇനി വേറെ ഏതെങ്കിലും അസറ്റ് ആണെന്നുണ്ടെങ്കിൽ 20% ആണ് ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ്? സെക്ഷൻ 112A, സെക്ഷൻ 112A അത് പ്രകാരം എത്രയാണ്? 10% ആണ് ടാക്സ് കൊടുക്കേണ്ടി വരാം. ദെൻ സെക്ഷൻ 111A പ്രകാരം 15%. ദെൻ 112 പ്രകാരം നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. വിത്ത് ഉണ്ടും വിത്തൗട്ട് ഇൻഡെക്സേഷനൊക്കെ ഉണ്ട്. അത് നോക്കി അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക. അപ്പോൾ ഇതാണ് ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ എന്ന ഈ ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് 2 ക്ലാസ്സോട് കൂടിയിട്ട് ഈ ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡ് ഇവിടെ അവസാനിക്കും. എന്ന് വെച്ചാൽ ഇനി ഡിഡക്ഷൻസ് ആണ് പറയുന്നത്. ഡിഡക്ഷൻ ഫ്രം ക്യാപിറ്റൽ ഗെയിൻ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വിൽ സീ ഇൻ നെക്സ്റ്റ് ക്ലാസ്.